ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കാൻ പറ്റിയ കുറച്ച് നല്ല വെറൈറ്റി സ്നാക്സ് റെസിപ്പീസാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മൾ കയ്യിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് എന്നാൽ നല്ല വെറൈറ്റി ആയിട്ട് നല്ല എളുപ്പത്തിലും ഉണ്ടാക്കാൻ പറ്റുന്ന, എണ്ണയൊന്നും ഉപയോഗിക്കാതെ ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്സ് റെസിപ്പീസാണ്. അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ സ്നാക്സ് ആയിട്ട് നിങ്ങൾക്ക് കൊടുത്തു വിടുകയും ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റിയിട്ടുള്ള കുറച്ച് വെറൈറ്റി സ്നാക്സാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടുപോകുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടനോടൊന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇതാ ആദ്യത്തെ സ്നാക്സിന് ഞാൻ മുട്ടയും അതുപോലെ തന്നെ പഴവും എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ഫസ്റ്റ് സ്നാക്സ് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സാണ് കേട്ടോ. അപ്പോൾ ഇതാ ഒരു പഴം ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു പഴം കൊണ്ട് നമുക്ക് ധാരാളമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിതിലേക്ക് 3 എഗ്ഗ് ഞാൻ എടുക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് 1 എഗ്ഗ് കൊണ്ട് വേണമെങ്കിലും ഉണ്ടാക്കാം, 2 എഗ്ഗ് കൊണ്ട് വേണമെങ്കിലും ഉണ്ടാക്കാം, 3 എണ്ണം കൊണ്ട് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 3 എഗ്ഗ് കൊണ്ടാണ് കാണിക്കുന്നത്. ചെറിയൊരു പാൻ എടുത്താൽ മതി കേട്ടോ, അതിലേക്ക് കറക്റ്റായിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇതാ പഴം ഞാൻ ഈ ഒരു കനത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഭയങ്കര തിന്നായിട്ടല്ല, ഞാൻ കാണിച്ചല്ല അതുപോലെ. ഇനിയിപ്പോൾ 3 എഗ്ഗ് പൊട്ടിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇനി മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കാര്യങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. പിന്നെ 3 എഗ്ഗിലേക്ക് 3 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ എടുക്കാം. പിന്നെ ഇത് നിങ്ങൾക്കില്ലേ ഗസ്റ്റൊക്കെ വരുമ്പോഴും പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇത്. ഇനിയിപ്പോൾ 2 ടീസ്പൂൺ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ പാൽപ്പൊടി അതൊക്കെ ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ, എന്തായാലും കുഴപ്പമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പാലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ കയ്യിലുള്ളതുകൊണ്ട് ചേർത്ത് കൊടുത്തേ ഉള്ളൂ. ഇനിയിപ്പോൾ 2 ബ്രെഡ് പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ എഗ്ഗിൻ്റെ വലുപ്പത്തിനനുസരിച്ചും നിങ്ങൾ എഗ്ഗ് ചേർക്കുന്നതിനനുസരിച്ചും ബ്രെഡിലൊക്കെ വ്യത്യാസങ്ങൾ വരും കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇത് നന്നായിട്ടൊന്ന് ഒരുപാടങ്ങ് അടിച്ചെടുക്കണ്ട, ഭയങ്കര ഫൈനായിട്ട് അരച്ചെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തു. ഞാൻ 4 പീസ് ബ്രെഡ് എനിക്ക് ആവശ്യം വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു പാൻ വെച്ചു, ചെറിയ പാനാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾ പാനിനനുസരിച്ചുള്ള ഐറ്റം അത്രയും അളവിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തോ, നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച്. കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തു. ഇനി ഈ നമ്മൾ ബനാന കട്ട് ചെയ്തതില്ലേ, അതിങ്ങനെ നിരത്തി അടിഭാഗത്ത് ഒരു ലെയറായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതും പാനിനനുസരിച്ചാണ് നമുക്ക് പഴം വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു മീഡിയം സൈസിലുള്ള ഒരു പഴമാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ. വലിയ പാനൊക്കെ ആണെങ്കിൽ 2 പഴം അങ്ങനെയൊക്കെ നോക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ നല്ല കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തേക്കും ഈവനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂണെല്ലാം നെയ്യ് മതിയാവും കേട്ടോ. 1-2 ടീസ്പൂൺ നെയ്യോ ബട്ടറോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഓയിലും ഉണ്ടാക്കാം, പക്ഷേ കുട്ടികൾക്കൊക്കെ നമ്മൾ കൊടുത്തു വിടുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് നെയ്യോ ബട്ടറോ ഒക്കെ തന്നെ യൂസ് ചെയ്യുക കേട്ടോ. ടേസ്റ്റും കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളെ പഴമെല്ലാം ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 പീസ് എനിക്ക് ബാക്കി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അത്രയും ചെറിയൊരു പാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ഒരു ബാറ്റർ ഉണ്ടല്ലോ, ഈ ഒരു ലൂസ് മതി കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ബ്രെഡ് ഇട്ട് കൊടുത്താൽ മതി, ഒരുപാട് ഇട്ടിട്ട് തിക്കാക്കണ്ട. ഒഴിച്ച് കൊടുത്ത ഉടനെ തന്നെ അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഹോൾസ് ഒന്ന് ഒരു ഗ്രാമ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ അടി പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വേറൊരു പാന് ഒന്ന് ചൂടാക്കിയെടുത്ത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക കേട്ടോ. എങ്ങനെയായാലും ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ കുക്കായിട്ട് കിട്ടും, വേഗം തന്നെ ആയി കിട്ടും കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞ ഗസ്റ്റ് കുട്ടികൾക്ക് എവിടെയെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക, അതുപോലെ തന്നെ ഗസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ മുകൾ ഭാഗമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി എനിക്ക് ആ മുകൾ ഭാഗം ഒന്ന് കളറാക്കി എടുക്കണം എന്നുണ്ട്. അപ്പോൾ കുറച്ച് ഡ്രോപ്പ് നെയ്യാക്കി കൊടുത്തിട്ട് അതിലേക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മൾ അടിഭാഗം കണ്ടോ നല്ല ഭംഗിയില്ലേ. ഇതിങ്ങനെയാണ് കേട്ടോ കാണേണ്ടത് ശരിക്കും. കാര്യം നമ്മളിങ്ങനെ സാധാരണ നമ്മൾ ചട്ടിപ്പത്തിരി അങ്ങനത്തെ പോളകളൊക്കെ തിരിച്ചിട്ടില്ലേ ചെയ്യുക, ഇത് കറക്റ്റ് ഇങ്ങനെയാണ്. ആ പഴം നിൽക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയായിട്ടോ ആ ഭാഗം കാണാനായിട്ട് അടിഭാഗം. ഇത് ഒരു മിനിറ്റ് ഒന്നും ഇങ്ങനെ മുരിപ്പിച്ചെടുത്താൽ മതി കേട്ടോ, ചെറിയൊരു കളർ ചേഞ്ച്. ഇപ്പം കണ്ടല്ലോ സൈഡെല്ലാം നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ് തിന്നാൻ വേണ്ടിയിട്ട്.
ഒരു 5 ടീസ്പൂൺ പഞ്ചസാര വരെയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല മധുരം, അത്യാവശ്യം മധുരമൊക്കെ വേണമെങ്കിൽ. ഇനിയിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്യുന്നത് കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്കുണ്ടാവില്ല അങ്ങനെ വേണം ഇങ്ങനെ വേണം, നമുക്ക് ത്രികോണം ആ ഒരു ഷേപ്പിലും ഒക്കെ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നമ്മൾ കായ്പോളൊക്കെ കട്ട് ചെയ്യൂലേ അതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്യാം കേട്ടോ ചെയ്യുന്നത്. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടുകയും ചെയ്യും. ഒട്ടുന്ന പരുവോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. മേലെ ഭാഗം ഒന്നും ഇങ്ങനെ ആറി വന്നാൽ മതി. അപ്പോഴത്തേക്കും നമ്മളെ സ്നാക്സ് നല്ല സെറ്റായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഇതിൽ നമുക്ക് കുക്കാവാനായിട്ടൊന്നുമില്ല. നമ്മൾ ആ പഴം മേലത്തെ ബ്രെഡൊക്കെ ഒന്ന് റെഡി ആയിട്ട് വരുമ്പോഴത്തേക്കും പഴം അടിയിൽ നിന്ന് ഒന്ന് റോസ്റ്റ് ആയിട്ട് വരും, അത്രയല്ലേ വേണ്ടു. അപ്പോൾ ഇത് കണ്ടോ. അപ്പോൾ അവർക്ക് ഇഷ്ടമാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കുറച്ച് കൂടുതലായി പോകുമെന്ന് വിചാരിക്കേണ്ട. അവർ വൈകുന്നേരം വന്നാൽ നിങ്ങൾക്ക് സ്നാക്സ് ആയിട്ട് തന്നെ അവർക്ക് കൊടുക്കാൻ പറ്റും. അവർക്ക് ഇഷ്ടപ്പെടും ഇങ്ങനത്തെ എല്ലാം കൊടുക്കുന്ന സമയത്ത്. അങ്ങനെ നിങ്ങൾക്ക് ഇതിൽ എന്ത് മാറ്റങ്ങൾ വേണമെങ്കിലും വരുത്താം കേട്ടോ. ഇപ്പം ഞാൻ പഴം ചേർത്ത് കൊടുത്തില്ലേ, അതിന് പകരം നിങ്ങൾക്ക് താഴെ ഭാഗത്ത് കുറച്ച് ക്യാരറ്റ് വെച്ച് കൊടുക്കുക. അതായത് ക്യാരറ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് ഒന്ന് നെയ്യിലൊക്കെ വഴറ്റിയിട്ട് അങ്ങനെ മാറ്റങ്ങളൊക്കെ വരുത്താം കേട്ടോ നമ്മൾക്ക് ഇതിൽ. അപ്പോൾ അതിനൊരു സ്നാക്സ് ബോക്സിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ മക്കൾ കഴിക്കുന്നതിനനുസരിച്ച് 3 പീസോ 4 പീസോ ഇനിയിപ്പോൾ ഒട്ടും കഴിക്കാത്ത 2 പീസോ അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി അതുപോലെ തന്നെ അവർക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ 2 ഡേറ്റ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് പിസ്തയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രൂട്ട്സ് കട്ട് ചെയ്തതോ അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ഭംഗിയും കട്ട് ചെയ്തതും പിന്നെ എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുന്നതൊക്കെ ആകുമ്പോൾ ആ ഒരു രസത്തിൽ അവരതങ്ങനെ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ അവരുടെ ശരീരത്തിലേക്ക് അതൊക്കെ കിട്ടിക്കോളും. ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ഐറ്റം നോക്കാം. എല്ലാം ഭയങ്കര സിമ്പിളാട്ടോ. നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെ കുറച്ച് ഇത് തോന്നുന്നുണ്ടെങ്കിലും എല്ലാം സിമ്പിളാണ്. അത്ര ഒരു 10 മിനിറ്റ് പോലും എടുക്കുന്നില്ല കേട്ടോ. ഓരോ ഐറ്റത്തിനും അങ്ങനെ വേഗം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇതിലേക്ക് ഞാൻ ബ്രെഡ് 2 പീസ് ബ്രെഡ് ഞാൻ 2 എണ്ണത്തിലേ ചെയ്യുന്നുള്ളൂ. അതൊന്ന് കുറച്ച് ബട്ടറോ ഗീയോ ഒഴിച്ചിട്ട്, ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ തന്നെ എടുക്കുക കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ ഉണ്ടായിരുന്നില്ല. ഒഴിച്ചിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. ചെറുതായിട്ടൊന്ന് 2 ഭാഗം ഒന്ന് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് മുരിപ്പിച്ചെടുക്കുക കേട്ടോ. അത്ര മതി. ഇങ്ങനെ ഹാർഡാക്കിയിട്ടൊന്നും എടുക്കണ്ട കേട്ടോ. ഇത് ചെയ്യണമെങ്കിൽ ചെയ്താൽ മതി, ഓപ്ഷനിലാണ്. ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. പക്ഷേ ആ ഒരു കുട്ടികൾക്കാണെങ്കിലും ബട്ടറും നെയ്യൊക്കെ കഴിക്കാത്ത മക്കളൊക്കെ ആണെങ്കിൽ അവർക്കത് ശരീരത്തിൽ ഇത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒന്ന് ചൂടാക്കിയാൽ നല്ലതാണ്. ഇനി ചൂടാക്കിയിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഐറ്റം ഒരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യുക. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ ഇത്. അപ്പോൾ ഞാൻ കുറച്ച് മാങ്ങ പീസസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നല്ല സുലഭമായിട്ട് കിട്ടുന്ന ഐറ്റം അല്ലേ. അപ്പം മധുരം ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ കുറച്ച് മാങ്ങ പീസ് എടുത്തു. മധുരം ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഞാനൊരു കാര്യം പറഞ്ഞു തരാം. നമ്മൾ സെറ്റാക്കുന്ന സമയത്ത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് പൾപ്പാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് അടിച്ചെടുത്തു. ഇനി നമ്മൾ ചെയ്ത് വെച്ച ബ്രെഡില്ലേ അതെടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ ഒരു ഭാഗത്തേക്ക് ഒരു സ്ലൈസിലേക്ക് നമുക്ക് ഈ മാങ്ങേൻ്റെ പൾപ്പില്ലേ അത് എത്രയാണോ വേണ്ടത് അത്രയും ആക്കി കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാട്ടോ. അത്യാവശ്യം ആക്കി കൊടുത്തോ. പിന്നെ സൈഡിലേക്ക് ഒലിച്ചിറങ്ങാത്ത രീതിയിൽ ആക്കി കൊടുക്കുക കേട്ടോ. വെള്ളം ഒന്നും ചേർക്കരുത് കേട്ടോ നമ്മളിത് അടിച്ചെടുക്കുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കുട്ടികൾ കഴിക്കുന്നതിനനുസരിച്ചും ആക്കി കൊടുക്കാം. പിന്നെ അടുത്ത ലെയറിലേക്ക്, അതായത് അടുത്ത സ്ലൈസിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് കേട്ടോ. ഞാൻ മിൽക്ക് മെയ്ഡാണ് ആക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പോൾ എടുത്തേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് ഇങ്ങനെ തിക്കായിട്ടിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ അത് എല്ലാ ഭാഗത്തും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഒരു ടീസ്പൂണല്ലേ മതി കേട്ടോ. ഒരുപാട് അങ്ങ് ആക്കി കൊടുക്കണ്ട. മാങ്ങയും മധുരം ഉണ്ടാവും ഒക്കെ, പിന്നെ മിൽക്ക് മെയ്ഡും ഉണ്ടാവും. അപ്പോൾ അത് കറക്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാനത് ഇത്രയും ആക്കി കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റായിട്ടോ ഇത്. നമുക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കും ഇഷ്ടപ്പെടും കേട്ടോ. എന്തായാലും ചെയ്ത് നോക്കണം ഇത്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് നട്ട്സ്, കുറച്ച് പിസ്തയും ബദാമും കാഷ്യൂനട്ടും എല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ശരിക്കും അവരറിയാതെ അവരെ വയറിലേക്ക് എത്തും കേട്ടോ. ഇങ്ങനെ കഴിക്കുമ്പോൾ അറിയൂല, ഇങ്ങനെ ക്രഞ്ചി ആയിട്ട് ഇങ്ങനെ കഴിച്ചു പോയിക്കോളും. അപ്പോൾ ചിലപ്പം ഇത് വേറെ തന്നെ കൊടുത്താൽ അവരതുപോലെ ചിലപ്പോൾ ചിലർ കഴിക്കും, ചിലർ തിരിച്ചു കൊണ്ടുവരും. ഇങ്ങനെയൊക്കെ ആകുമ്പോഴല്ലേ, ഇതൊക്കെ ആകുമ്പോൾ എന്തായാലും സാൻഡ്വിച്ചൊക്കെ ആകുമ്പോൾ എന്തായാലും അവർ കഴിച്ചോളൂ കേട്ടോ. ഇതിന്ന് എടുത്ത് മാറ്റാനൊന്നും പോകുന്നില്ല. ഇനി ഒരു ഐഡിയ ഉണ്ട്. ഇങ്ങനെയും കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇതൊക്കെ ഒന്ന് അത്യാവശ്യം ഒന്ന് പൊടിച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് ആ പൗഡർ ഇതിലിങ്ങനെ വിതറി കൊടുക്കുക. അപ്പോഴും അവർക്ക് മനസ്സിലാവില്ല കേട്ടോ. അവർക്കുള്ള ഫുഡിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവില്ല. അങ്ങനെ അവരത് കഴിച്ചോളൂ കേട്ടോ. കുട്ടികൾക്ക് അതെല്ലാം ഭയങ്കര അത്യാവശ്യമാണ് കേട്ടോ. അവരെ ബോഡിയിലേക്ക് ആവശ്യമുള്ള
ഐറ്റംസാണ് അതെല്ലാം. ഇനി ഇത് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് 4 ആക്കി വേണമെങ്കിൽ കട്ട് ചെയ്യുക, അതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യുക, പിന്നെ നേരെ ഇങ്ങനെ ചതുരത്തിൽ അങ്ങനെയും വേണമെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ. അതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ട മാങ്ങയും, ഞാൻ പറയേണ്ട കാര്യമില്ല, മാങ്ങയും മിൽക്ക് മെയ്ഡും ആയിട്ട് ഇങ്ങനെ നല്ല ജ്യൂസി ആയിട്ട് അതിൻ്റെ ഉൾഭാഗം ഇരിക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു ആ ഒരു ക്രഞ്ചി ഫീലും കിട്ടും. നമ്മളതിങ്ങനെ കടിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കടിക്കാനും ഉണ്ടാവും കേട്ടോ. അപ്പം അങ്ങനെ നല്ല ടേസ്റ്റായിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കിക്കോ. കുട്ടികൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും കേട്ടോ, അത്രയും ടേസ്റ്റ് ഉള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. അപ്പോൾ ഒരു 2 പീസ് ഒക്കെ വെച്ച് കൊടുക്കുക, എന്തായാലും കുട്ടികൾക്ക് തിന്നാൻ വേണ്ടി അവർ കഴിക്കുന്നതിനനുസരിച്ച് കേട്ടോ വെച്ച് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് പിസ്ത, ബദാം, കാഷ്യൂനട്ട്, അതായത് ഒരു 4 എണ്ണം വീതമൊക്കെ വെച്ച് കൊടുക്കുക. ആ ഒരളവ് മതിയാവും അവർക്ക്. പിന്നെ കുറച്ച് മാങ്ങ പീസസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ ഏത് ഫ്രൂട്ട്സ് ആയാലും, അവർ കഴിക്കുന്ന ഏത് ഫ്രൂട്ട്സ് ആയാലും വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു ഹെൽത്തി എന്താ പറയുക, എല്ലാം കൂടെ കിട്ടുമ്പോൾ അവരെ വയറ് ഫില്ലായിക്കോളും. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്താ പറയുക, ഷെയർ ആയിട്ടൊക്കെ കഴിക്കുമ്പോൾ, കുട്ടികളുടെ ഇടയിൽ കഴിക്കുമ്പോൾ അവർ നല്ല ഇഷ്ടത്തിൽ കഴിക്കുകയും ചെയ്യും കേട്ടോ. ഇനി അടുത്ത നമ്മളെ റെസിപ്പി നോക്കാം. ഇനിയിപ്പോൾ ഞാൻ സ്വീറ്റ് അല്ല കേട്ടോ, കുറച്ചൊരു സാൾട്ടി എന്ന് പറയാം, സ്പൈസി എന്ന് പറയാൻ പറ്റില്ല. കുട്ടികളായതുകൊണ്ട് ഞാൻ സ്പൈസി ആയിട്ട് ഉണ്ടാക്കുന്നില്ല. അപ്പോൾ 3 എഗ്ഗ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് 1 എഗ്ഗിൽ ചെയ്യുക, 2 എഗ്ഗിൽ ചെയ്യുക. ഞാനിപ്പോൾ 2 സാൻഡ്വിച്ചിൻ്റെ സെറ്റ് ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് 3 എഗ്ഗ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് എഗ്ഗിലേക്ക് ആവശ്യത്തിലുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു 1/4 ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ഓപ്ഷണലാണ്, അതില്ലെങ്കിൽ കുറച്ച് സവാള കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അത് മാത്രം മതി, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് എടുത്തുന്നേ ഉള്ളേ. അപ്പോൾ അതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തതില്ലേ, ക്യാപ്സിക്കൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കാണാനൊരു ഭംഗിയാണ് കേട്ടോ. കളർഫുള്ളായിട്ടുള്ള ക്യാപ്സിക്കം ഒക്കെ കിട്ടുമല്ലോ, അതൊക്കെ ചേർത്ത് കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇനി അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ കിഡ്സ് ലഞ്ച് ബോക്സ് റെസിപ്പി ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് വേണം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കിക്കോട്ടെ. അതുപോലെ തന്നെ മുന്നേ നമ്മൾ സ്നാക്സ് റെസിപ്പീസ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു, കിഡ്സ് സ്നാക്സ് റെസിപ്പീസ്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഞാനൊരു 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ആ ബ്രെഡ് ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിപ്പിച്ചെടുക്കണം, ഒന്ന് ചൂടാക്കി എടുക്കണം. ബട്ടറോ ഗീയോ എന്താണെന്ന് വെച്ചാൽ എടുക്കാം കേട്ടോ. ബട്ടർ എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. ആ ബ്രെഡിലേക്ക് ആ ബട്ടറിൻ്റെ ഒരു ടേസ്റ്റ് വരുമ്പോൾ ഒരു വല്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. ചെറുതായിട്ട്, അധികം കളറൊന്നും ചേഞ്ച് ആവരുത്, ചെറുതായിട്ടൊന്ന് മൊരിപ്പിച്ചെടുത്താൽ മതി കേട്ടോ. 2 ഭാഗവും ചെറുതായിട്ടൊന്ന് മൊരിപ്പിച്ചെടുക്കുക. പിന്നെ ഇതുപോലത്തെ റെസിപ്പീസ് ഇനിയും ആഗ്രഹമുണ്ടെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആക്കുക കേട്ടോ. നമുക്ക് ഇടയ്ക്ക് ഇങ്ങനത്തെ റെസിപ്പീസും കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ കിഡ്സ് ടിഫിൻ ബോക്സും, അതായത് ലഞ്ചും സ്നാക്സും നമ്മൾ മുന്നേ ചെയ്തത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ബ്രെഡ് ഒരു ഭാഗം അത്യാവശ്യം ടോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അടുത്ത ഭാഗം കൂടെ ഒന്ന് റെഡിയായി വന്നാൽ നമുക്ക് ഇത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഭയങ്കര സിമ്പിളാണ് കേട്ടോ. പാനൊന്ന് ചൂടായി വെക്കുമ്പോഴത്തേക്കും അറിയാമല്ലോ, ബ്രെഡൊക്കെ ഒന്ന് ടോസ്റ്റായിട്ട് വരുമല്ലോ. പിന്നെ ഇനിയിപ്പോൾ എഗ്ഗൊന്ന് സെറ്റാക്കി എടുക്കുക, ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. ഇതൊക്കെ രാവിലെ ഒരു 10 മിനിറ്റ് പോലും വേണ്ട കേട്ടോ, അതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് റെഡിയായി കിട്ടും. എന്നാൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവുകയും ചെയ്യും. ഒരു ഫുഡും കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ എക്സ്ട്രാ ഒന്നും കൂടെ ഉണ്ടാക്കിയിട്ട് അവരുടെ സ്നാക്സ് കൊണ്ടുവന്ന് സ്നാക്സ് ബോക്സ് ആയിട്ടും വെച്ച് കൊടുക്കുക, അവർക്ക് അപ്പോൾ കഴിക്കാനായാലും കൊടുക്കാം കേട്ടോ. എക്സ്ട്രാ ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നും കഴിച്ചില്ലല്ലോ എന്ന ടെൻഷൻ നമുക്കുണ്ടാവില്ല. അപ്പോൾ കുറച്ച് നെയ്യ് ഞാൻ ആക്കി കൊടുത്തു. ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ആയിക്കും, നേരത്തെ പറഞ്ഞതുപോലെ. അതൊന്ന് ചൂടായി വന്നപ്പോൾ നമ്മളെ എഗ്ഗ് ഉണ്ടല്ലോ, എഗ്ഗിൻ്റെ മിക്സ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ 2 പീസ് ബ്രെഡ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ആ എഗ്ഗില്ലേ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് എഗ്ഗൊന്ന് വെന്ത് വരട്ടെ, അതായത് മുകൾ ഭാഗം കൂടെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. ആ ബ്രെഡ് അതിലിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളെ എഗ്ഗ് റെഡിയായി വന്നിട്ടുണ്ട്. സൈഡെല്ലാം ഇങ്ങനെ വിട്ട് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിടാനും ഒരു സീനും ഇല്ല കേട്ടോ, പെട്ടെന്ന് തന്നെ പറ്റും. അതിൻ്റെ ഈ ബ്രെഡിൻ്റെ സെൻറ്ററിലേക്ക് ഇങ്ങനെ തവി വെച്ചിട്ട് അങ്ങ് തിരിച്ചിട്ട് കൊടുത്താൽ മതി. പൊട്ടിപ്പോകുക എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ 1 എഗ്ഗിൽ 2 എഗ്ഗിലൊക്കെ ചെയ്യാമെന്ന്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു ബ്രെഡെല്ലാം വെച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിൽ ചെയ്തെടുത്താലും മതി.
അപ്പോൾ ഇതാ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് അതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ആക്കിയിട്ടുണ്ട്. ആ ബ്രെഡിൻ്റെ ഭാഗത്ത് മാത്രം ചെയ്യണേ, അപ്പുറത്തേക്കൊന്നും വേണ്ട കേട്ടോ. അത് ഞാൻ ക്യാമറ ഓഫായിട്ട് പോയതാണ് കേട്ടോ, സോറി. അപ്പോൾ അതിൽ പെട്ടില്ല കേട്ടോ, ഞാൻ ശ്രദ്ധിച്ചില്ല. ഇനി അതൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ടൊമാറ്റോ സോസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്, ജംഷി റെസിപ്പീസിലുണ്ട്, ഒന്ന് സെർച്ച് ചെയ്തിട്ട് കണ്ടു വെക്കുക. അപ്പോൾ നമ്മളെ കുട്ടികൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഹെൽത്തി ആയിട്ടുള്ളത് തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഇതാ ചീസ്, ഇത് ഓപ്ഷണലാണ്. ചീസ് എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് ഞാൻ വെച്ച് കൊടുത്താൽ ഒന്നുകൂടി ടേസ്റ്റിയാണ്. അപ്പോൾ 2 ചീസ് സ്ലൈസ് വെച്ച് കൊടുത്തിട്ടുണ്ട് 2 പീസ് ബ്രെഡിൻ്റെ മുകളിലേക്ക്. ഇനിയിപ്പോൾ ഗ്രേറ്റഡ് ചീസാണെങ്കിൽ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതാ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാം വെച്ച് കൊടുക്കുമ്പോൾ ആ ബ്രെഡിൻ്റെ അതേ അളവിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനിയൊന്നുമില്ല, നമ്മൾ ഈ എഗ്ഗ് ഓംലെറ്റ് ഇല്ലേ, അതൊന്ന് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. മറിച്ചിട്ട് മീൻസ് ഒന്ന് ബ്രെഡിനൊന്നിങ്ങനെ ആ സൈഡിൽ നിന്ന് പോയതെല്ലാം ഒന്നിങ്ങനെ ചേർത്ത് ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക. അത് തന്നെ, അത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് നമ്മളെ സാൻഡ്വിച്ച് നല്ല ഭംഗി ഉണ്ടാവുക കാണാനായിട്ട്. അത് ഒരുപാട് ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുമ്പോൾ അത്ര ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല കേട്ടോ, അത്ര ഒരു ഭംഗി ഉണ്ടാവില്ല. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ ഞാനത് എല്ലാ ഭാഗവും ബ്രെഡിനോട് ചേർത്ത് ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളെ ബാക്കിയുള്ള 2 പീസ് ബ്രെഡില്ലേ, അതും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും സെറ്റായിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. ഈ ഒരു സമയത്ത് നിങ്ങൾ ഓംലെറ്റ് ആയിട്ട് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കില്ല. തിരിച്ചിട്ട് കൊടുത്തപ്പോൾ മുതൽ നിങ്ങൾ ഫ്ലെയിം ഓഫാക്കി വെച്ചോട്ടോ. പിന്നെ ആ പാനിൻ്റെ ചൂടുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം റെഡിയാവും. എഗ്ഗിൻ്റെ ചൂടിലിരുന്നിട്ട് നമ്മളെ ചീസ് ഉണ്ടല്ലോ അതൊക്കെ മെൽറ്റ് ആയിക്കോളൂ, അത്രേ ആവശ്യമുള്ളൂ. പിന്നെ നിങ്ങൾ ഫ്ലെയിം ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിയിലത്തെ ബ്രെഡ് നമ്മളിങ്ങനെ പ്രസ് ചെയ്യും തോറും അത് കരിഞ്ഞു വരും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ നല്ല ലോ ഫ്ലെയിമിൽ ആക്കി വെച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നാൽ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഇതാ ഞാനത് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ 2 സെറ്റ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ, കഴിക്കാനായിട്ട് ഹെൽത്തിയുമാണ്. കുട്ടികൾക്ക് എഗ്ഗും കാര്യങ്ങളൊക്കെ കഴിക്കാത്തവരാണെങ്കിൽ ഇങ്ങനെ കൊടുക്കുമ്പോൾ അവർ കഴിച്ചോളൂ കേട്ടോ. പ്രത്യേകിച്ച് സാൻഡ്വിച്ച് ബർഗറൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ ഞാനിതിന് മുന്നേ ഒരു ബർഗർ, സിമ്പിളായിട്ടുള്ളൊരു ബർഗർ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളെന്താ പറയുക, ചിക്കനൊന്നും ചേർക്കാതെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളത്. അപ്പോൾ അത് ആവശ്യമുള്ളവർ കണ്ടു കേട്ടോ. നമ്മൾ ഏതൊരു വ്ളോഗിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇതിൻ്റെ ഉൾഭാഗം കണ്ടോ, നല്ല നമ്മളെ ആ ഒരു ടൊമാറ്റോ സോസും അതുപോലെ തന്നെ എഗ്ഗും നമ്മളെ ചീസൊക്കെ മെൽറ്റായിട്ടും നല്ല ഉണ്ട് കേട്ടോ. കാണാൻ നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത്. തക്കാളിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കുംബർ അങ്ങനെയൊക്കെ ക്യാപ്സിക്കം എന്തെങ്കിലും മാറ്റിയിട്ടൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. കയ്യിലുള്ളതിനനുസരിച്ചോ എല്ലാം സെറ്റ് ചെയ്തെടുത്താൽ മതി. ക്യാപ്സിക്കം ഇല്ലെങ്കിൽ സവാള ചേർത്ത് കൊടുക്കുക, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്. അങ്ങനെ കയ്യിലുള്ളതിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുക കേട്ടോ നമ്മുടെ റെസിപ്പിയിലും. അപ്പോൾ ഇതാ ഞാനിത് 2 ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ എന്തായാലും കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ. അവർക്ക് വെറൈറ്റി ആയിരിക്കും ഇഷ്ടം ഉണ്ടാവുക. ഇങ്ങനത്തെ സാൻഡ്വിച്ച് ബർഗർ സംഭവങ്ങളൊക്കെ ആയിരിക്കും അവർക്ക് ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ എന്തായാലും ഇതൊക്കെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നതായിട്ടായിരിക്കും. അവർക്ക് എന്താ പറയുക, സ്കൂളിൽ പോവാൻ ഇതൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഇഷ്ടമായിരിക്കും, ഇൻട്രസ്റ്റ് ആയിരിക്കും ചാടിത്തുള്ളി പോവാൻ. അപ്പോൾ ഇതാ ഞാൻ ബോക്സിലേക്ക് വെച്ച് കൊടുത്തു. അപ്പോൾ അതിങ്ങനെ 2ആയിട്ട് വെച്ച് കൊടുത്തപ്പോൾ ഒരു നന്നായിട്ട് ഇരിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനത് 4 ആക്കിയിട്ട് ആ ഒരു കോണായിട്ട് നമ്മൾ കട്ട് ചെയ്തില്ല, അത് ഒരു പീസും കൂടെ ആക്കി കട്ട് ചെയ്തു. അങ്ങനെ അപ്പോൾ അത് അവർക്ക് കഴിക്കാനും നല്ല ഈസി ആവും കേട്ടോ. ഇങ്ങനെ ഒന്നെടുത്തിട്ട് ഇങ്ങനെ ബൈറ്റ് ചെയ്യാനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ കഴിച്ചോളൂ. കഴിക്കാൻ കുറച്ചുകൂടി ഈസി ആവും ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴാണേ. പിന്നെ അവർക്ക് എത്രയാണോ അവർ ക്വാണ്ടിറ്റി കഴിക്കുക അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ അപ്പുറത്ത് ഞാൻ ഇട്ട് കൊടുത്തത് കുറച്ച് കിസ്മിസാണ് കേട്ടോ, നമ്മളെ ഡ്രൈ ഗ്രേപ്സ് ഇല്ലേ അതാണ്. പിന്നെ ഇതാ 2 ഡേറ്റ്സും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ അടുത്ത അടുത്ത സ്നാക്സും കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ അടുത്തതും കൂടെ നോക്കാം. ഇതും നല്ല സിമ്പിളാണ്. കുറച്ച് ഗീ ചേർത്ത് കൊടുത്തു. പാന് ചൂടായി വന്നപ്പോൾ ബട്ടറാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു ഹാഫ് ആപ്പിളില്ല, ഒരു ആപ്പിളിൻ്റെ പകുതി എടുത്തിട്ടില്ല കേട്ടോ, അത്രയും തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര, 1-2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക മധുരത്തിന് ആവശ്യത്തിനനുസരിച്ച്. അതിതാ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ട് നമ്മളെ ആപ്പിളിലൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് സെറ്റായി ആപ്പിൾ നല്ല സോഫ്റ്റായിട്ട് ആ മധുരമൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് വരും കേട്ടോ. ഒരുപാട് ഹൈ ഫ്ലെയിമിലൊന്നും വെച്ചിട്ട് ചെയ്ത് കൊടുക്കരുത്, പഞ്ചസാരയൊക്കെ കാരമലൈസ് ആയിട്ട് പോവും. ഒരു മിനിറ്റ് 1-2 മിനിറ്റ് മാത്രം മതി കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് ഇത് കണ്ടോ പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു ജ്യൂസി ഫോമിലേക്കാവും. എന്നിട്ട് ആ ആപ്പിളും കൂടെ ഒന്ന് അതിൽ കിടന്ന് സോഫ്റ്റ് ആവും കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക്
കുറച്ച് ഏലക്കപ്പൊടിയോ അല്ലെങ്കിൽ കുറച്ച് സിന്നമൺ പൗഡർ കേട്ടോ, നമ്മളെ പട്ട പൊടിച്ചതില്ലേ, അത് ഞാൻ 2 പിഞ്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റ് ആട്ടോ ഈ സിന്നമൺ പൗഡർ ഇട്ട് കൊടുത്താൽ. നിങ്ങൾ ഉണ്ടെങ്കിൽ അത് ട്രൈ ആക്കി നോക്ക്, ഹെൽത്തിനും ഭയങ്കര നല്ലതാണ് കേട്ടോ അത് കഴിക്കുന്നത്. ഇല്ലെങ്കിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഇതും റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ അത്ര മതി കേട്ടോ. 1 മിനിറ്റ് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ 2 ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. ഞാൻ ബ്രെഡ് ചൂടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ, ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ചൂടാക്കണമെങ്കിൽ ചൂടാക്കാം, നെയ്യിലിട്ടിട്ട് ഒന്നിങ്ങനെ ടോസ്റ്റ് ചെയ്തെടുക്കുക. ഇല്ലെങ്കിലും ഞാൻ പറഞ്ഞ റെസിപ്പിയിലൊന്നും അത് ചെയ്തിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതാ നമ്മൾ സമയത്തിനനുസരിച്ച് അതൊക്കെ ചെയ്തെടുക്കുക കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തുക. അപ്പോൾ ഇതാ ഫുള്ളായിട്ട് ഞാനത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതെല്ലാ ഭാഗത്തേക്കും ഒന്ന് ഈവണായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതും കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായി കഴിക്കാൻ. അവർക്ക് എന്താണെന്ന് മനസ്സിലാവില്ല കേട്ടോ കഴിക്കുന്ന സമയത്ത്. ഇനി നമുക്ക് അപ്പുറത്തെ സ്ലൈസിലേക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പാട്ടോ ഞാൻ ആക്കിയത്. നിങ്ങൾ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാകുമ്പോൾ ന്യൂട്രലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അതുണ്ടെങ്കിൽ അതാക്കി കൊടുക്കുക കേട്ടോ. ഒന്ന് സ്പ്രെഡാക്കി കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ ജാം ഉണ്ടെങ്കിൽ ജാം ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. പിന്നെ നമ്മുടെ പീനട്ട് ബട്ടർ, അതുപോലെ തന്നെ ഡേറ്റ് സിറപ്പിലല്ലേ, അതെല്ലാം ആക്കി കൊടുത്താലും നല്ല ഹെൽത്തിയും ആയിരിക്കും, പിന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. ഇതിലേക്ക് മാച്ച് ചെയ്തിട്ട് പോകും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുക ഇതിലൊക്കെ. ഇനിയിപ്പോൾ നേരത്തെ ഞാൻ ക്രഷ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അവർക്ക് ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാലും പൗഡർ ഫോമിലാക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അവരെ ശരീരത്തിലേക്ക് എത്തുകയും ചെയ്യും, അവരത് അറിയില്ല കേട്ടോ. കഴിക്കുന്ന കുട്ടികളാണ് പിന്നെ ഇങ്ങനെ ക്രഷ് ചെയ്തിട്ടൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇനി ആപ്പിൾ തന്നെ നിങ്ങൾ എടുക്കണമെന്നില്ല, സ്ട്രോബെറി, എന്താണോ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് അതിലൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ മാറ്റങ്ങളൊക്കെ വരുത്താവുന്നതാണ്. അപ്പോൾ നമ്മൾ അടുത്ത പീസ് ബ്രെഡ് കൊണ്ട് അതൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏത് രീതിയിൽ വേണമെങ്കിലും 4 പീസൊക്കെ ആക്കിയിട്ട് കട്ട് ചെയ്താൽ അവർക്ക് കഴിക്കാനും ബോക്സിലൊക്കെ വെക്കാനും എളുപ്പമായിരിക്കും കേട്ടോ. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളതൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതാ ഇങ്ങനെ 2 ആയിട്ട് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോഴും നല്ല ഭംഗിയാട്ടോ അത് കാണാനായിട്ട്. അതിൻ്റെ ഉള്ളിൽ ആ ഒരു ആപ്പിളിൻ്റെ ആ ഒരു വൈറ്റും അതുപോലെ തന്നെ നമ്മളെ ചോക്ലേറ്റിൻ്റെ ആ ഒരു ഇതാണ്ടാ, ചോക്ലേറ്റിൻ്റെ ആ കളറും കൂടെ മിക്സ് ആയിട്ട് വരുമ്പോൾ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ടേസ്റ്റും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എളുപ്പമല്ലേ, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റുന്നില്ല. 10 മിനിറ്റ് പോലും വേണ്ട കേട്ടോ ഇതൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികൾക്ക് ബേക്കറി ഐറ്റംസും അതുപോലെ തന്നെ എണ്ണയിൽ വറുത്ത ഐറ്റംസും ഒന്നും കൊടുക്കാതെ ഇതുപോലെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ ഐറ്റംസ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. ഇങ്ങനത്തെ റെസിപ്പീസ് ഇനിയും വേണോ എന്നതിൽ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.